നോമ്പിൽ 36-ാം ദിനം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അനുധാവനം എന്നതാണ് ധ്യാനിക്കുന്നത്. വ്യത്യസ്തങ്ങളായ മനോഭാവത്തോടെയും ലക്ഷ്യത്തോടെയും യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ പങ്കുചേരുന്നവരുണ്ട്. സ്വാർത്ഥ ലാഭമോഹികളുണ്ട്. ഒന്നും തന്നെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ നിത്യജീവൻ കാംക്ഷിക്കുന്ന ധനികനായ പ്രമാണിയും സിംഹാസനത്തിനടുത്ത് സ്ഥാനമാനങ്ങൾ കാംക്ഷിക്കുന്ന യാക്കോബും യോഹന്നാനും എല്ലാം ഈ കൂടെയുണ്ട്. വ്യത്യസ്തനാവുകയാണ് വഴിമധ്യേ യേശു സൗഖ്യം നൽകുന്ന ബർത്തിമായി എന്ന അന്ധൻ. കാഴ്ചയുടെ തുറവി തിരിച്ചു കിട്ടിയ അയാൾ ക്രൂശുമരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ യേശുവിനെ അനുധാവനം ചെയ്യുന്നു. ബാഹ്യനേത്രങ്ങൾ കൊണ്ടുള്ള കാഴ്ചയുടെ സൗഭാഗ്യത്തേക്കാൾ അത് നൽകിയവനെ ലാഭേച്ഛ കൂടാതെ പിൻപറ്റുവാനുള്ള വിനയവും കൃതജ്ഞതയുമാണ് അയാളുടെ ഉൾക്കാഴ്ച. യേശുവുമായുള്ള കൂടിക്കാഴ്ച അനുതാപത്തിലേക്കും പൊതുജീവിത ശൈലിയിലേക്കും നയിക്കണം. ദൈവശാസ്ത്രം, തത്വചിന്ത, സംഗീതം, വൈദ്യശാസ്ത്രം എന്നീ നിലകളിൽ ബഹുമുഖ പ്രതിഭയായിരുന്ന വ്യക്തിയായിരുന്നു ആൽബർട്ട് ഷ്വൈറ്റ്സർ. ആഫ്രിക്കയിലെ ഫ്രഞ്ച് കോളനിയായ ഗാബോണിലെ ലാംബ്രിൻ എന്ന സ്ഥലത്തെ ജനങ്ങൾ ഡോക്ടർമാരുടെ അഭാവം മൂലം വൈദ്യസഹായം കിട്ടാതെ വിഷമിക്കുന്നതിനെക്കുറിച്ച് പാരീസ് മിഷണറി സമൂഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനം ഷ്വൈറ്റ്സറെ വല്ലാതെ സ്വാധീനിച്ചു. ലാംബ്രിൻ എന്ന സ്ഥലത്ത് സേവനമനുഷ്ഠിക്കാനായി ഷ്വൈറ്റ്സർ തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ക്രൂശിൻ്റെ പാതയിൽ തൻ്റെ ജീവിതാവസാനത്തോളം നിലകൊള്ളുകയും ചെയ്തു. യേശുവുമായുള്ള ബന്ധം കേവല കാര്യസാധ്യങ്ങൾക്ക് ഉള്ള ഉപാധിയായി തീരാതെ ആ ബന്ധം മനുഷ്യജീവിതത്തിൻ്റെ പരിപോഷണത്തിനും യേശുവിൻ്റെ ജീവിത മാതൃകയിൽ അവനോടൊപ്പം ക്രൂശിൻ്റെ പാതയിൽ സഞ്ചരിക്കാനും ശ്രമിക്കാം. ക്രൂശിൻ്റെ പാതയിൽ ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുവാൻ നമുക്ക് ശീലിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.